ബി.ജെ.പി. സംസ്ഥാന ശില്പശാലയ്ക്ക് കോട്ടയത്ത് തുടക്കം. നാഗമ്പടത്തെ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന ശില്പശാല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയമാകും. 30 സംഘടനാ ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, പ്രഭാരിമാർ എന്നിവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പ്രധാന ചർച്ച. ശില്പശാല എങ്ങനെ പുരോഗമിക്കുന്നു? കെ.പി. രാവിലെ 11 മണിയോടെ ബി.ജെ.പിയുടെ സംസ്ഥാന ഏകദിന ശില്പശാലയ്ക്ക് കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസ് വാജ്പേയി ഭവനിൽ തുടക്കമായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശില്പശാലയ്ക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു. 30 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാരടക്കമുള്ള പ്രഭാരിമാരടക്കമുള്ള മുഴുവൻ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്ന ശില്പശാലയ്ക്കാണ് കോട്ടയത്ത് തുടക്കമായിരിക്കുന്നത്. 1 മണിക്കൂർ പിന്നിട്ട് ശില്പശാല ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് വരെ ഈ യോഗമുണ്ടാകും. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് തലത്തിൽ മുതൽ നടപ്പിലാക്കേണ്ട വിവിധ ഏകോപന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇന്ന് നടക്കുന്ന ഈ ശില്പശാലയിൽ പ്രധാന ചർച്ചാ വിഷയമായി ഉണ്ടാകും. മിഷൻ 2025 എന്ന ലക്ഷ്യത്തോടുകൂടി ബി.ജെ.പിയുടെ മുന്നൊരുക്കങ്ങൾ, ബി.ജെ.പിക്ക് കേരളത്തിൽ പ്രവർത്തന മുന്നേറ്റം സാധ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, മറ്റ് നടപടികൾ, ആവശ്യമായിട്ടുള്ള ചർച്ചകൾ, ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഇന്ന് നടക്കുന്ന ഈ ഏകദിന ശില്പശാലയിൽ ചർച്ചാ വിഷയമാവുക. പ്രധാന അജണ്ട ഇതുതന്നെയാണ്. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ 11 മണിക്ക് തുടങ്ങി ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട് നടക്കുന്ന ശില്പശാലയിൽ എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രഭാരിമാരും 30 സംഘടനാ ജില്ലാ അധ്യക്ഷന്മാരും ജനറൽ സെക്രട്ടറിമാരും അടക്കം ഉള്ള ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനൂപ് ആന്റണി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് നടക്കുന്ന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഏകദിന ശില്പശാലയിൽ മാർഗനിർദ്ദേശങ്ങൾ, ഒപ്പം മറ്റ് അവലോകനങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറും അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്ത് സംഘടനാ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ബി.ജെ.പിക്ക് ആവശ്യമായിട്ടുള്ള നേതൃതലത്തിൽ എന്തൊക്കെ മുന്നേറ്റങ്ങൾ, ഒപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രധാന വിഷയമാക്കിക്കൊണ്ടുള്ള മുന്നേറ്റങ്ങൾ, ഒരുക്കങ്ങൾ, വിലയിരുത്തലുകൾ, ബൂത്ത് തലത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാഥമിക ഘട്ട പ്രവർത്തനങ്ങൾ, അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സംഘടനാ ഈ ഏകോദന ശില്പശാലയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് പകൽ മുഴുവൻ ഈ ചർച്ച തുടരും. എല്ലാ സംഘടനാ പ്രതിനിധികളും, പ്രധാനപ്പെട്ട സംഘടനാ സംസ്ഥാന ചുമതലയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ശില്പശാല ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാജ്പേയി ഭവനിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പശാല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.